ദേവമംഗള ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ദേവമംഗള ആസ്ട്രോ മീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി. ഇന്ന് പ്രധാനപ്പെട്ട ചുരുക്കം ചില മാന്ത്രിക യന്ത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സ്വർണം, വെള്ളി, ചെമ്പ് തകിടുകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രങ്ങൾ ആലേഖനം ചെയ്ത് താന്ത്രിക വിധിപ്രകാരം പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ദൈവിക ശക്തിയെ യന്ത്രത്തിലേക്ക് ആവാഹിച്ച് ഏലസുകളിൽ നിറച്ച് സ്വർണ്ണ ചെയിനിലോ ചരടിലോ പുറത്ത് കഴുത്തിലോ കയ്യിലോ അരയിലോ കെട്ടിയോ അതല്ലെങ്കിൽ ഫ്രെയിം ചെയ്ത് ഗ്രഹത്തിലോ അല്ലെങ്കിൽ ഭൂമിയിൽ സ്ഥാപിച്ചോ സാധാരണയായി കാര്യസാധ്യതയ്ക്കായി യന്ത്രങ്ങൾ ഉപയോഗിച്ചു വരുന്നു. ജീവൻ, പ്രാണൻ, ശക്തി, നേത്രം, ഗോത്രം, യന്ത്രഗായത്രി, മന്ത്രഗായത്രി, പ്രാണപ്രതിഷ്ഠ, ഭൂതബീജം, ദിക്പാലക ബീജം എന്നീ താന്ത്രിക ഘടകങ്ങൾ ചേർന്നതാണ് യന്ത്രം. രക്ഷ, വശ്യം, സ്തംഭനം, ഉച്ചാടനം, മാരണം എന്നിവയ്ക്കായി മാന്ത്രിക യന്ത്രങ്ങൾ ഉപയോഗിച്ചു വരുന്നു. കാര്യസാധ്യതയ്ക്കനുസരിച്ച് യന്ത്രങ്ങൾക്കും അതിലെ മന്ത്രങ്ങൾക്കും ആലേഖന പൂജാവിധികൾക്കും മാറ്റമുണ്ട്. വിവിധ ദേവതകളെ ആധാരമാക്കിയുള്ള യന്ത്രങ്ങളെക്കുറിച്ചും അവ ശരീരത്തിൽ ധരിക്കുകയോ മറ്റു വിധത്തിൽ സ്ഥാപിക്കുകയോ ചെയ്താലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു കാര്യം ഇവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സാത്വികമായ കാര്യങ്ങൾക്കല്ലാതെ മറ്റുള്ളവരെ അനാവശ്യമായി ദ്രോഹിക്കുന്നതിനോ ദുഷ്ടകാര്യങ്ങൾക്കോ ആയി ഈ യന്ത്രങ്ങൾ ഉപയോഗിക്കരുതെന്ന് അപേക്ഷയുണ്ട്. ആദ്യമായി മഹാസുദർശന യന്ത്രത്തെക്കുറിച്ച് നോക്കാം. യന്ത്രങ്ങളുടെ രാജാവായാണ് മഹാസുദർശന യന്ത്രം അറിയപ്പെടുന്നത്. ഈ യന്ത്രം പ്രധാനമായും ഭൂതപ്രേത പിശാച് ദോഷങ്ങൾ നശിപ്പിക്കാനും അതുപോലെ തന്നെ ആഭിചാര ദോഷങ്ങളെയും ശത്രുദോഷങ്ങളെയും നശിപ്പിക്കാനുമാണ്. അതോടൊപ്പം തന്നെ സൽകീർത്തി, ധനം, സർവ്വത സമ്പത്തുകളും വർദ്ധിക്കുകയും ചെയ്യും. അടുത്തതായി സ്ത്രീയന്ത്രം. പ്രധാനപ്പെട്ട യന്ത്രങ്ങളിൽ ഒന്നാണ് ശ്രീയന്ത്രം. ലക്ഷ്മി മന്ത്രം അടിസ്ഥാനമാക്കിയാണ് ഈ യന്ത്രം തയ്യാറാക്കുന്നത്. ഈ യന്ത്രം ഗ്രഹത്തിൽ സ്ഥാപിച്ചാൽ ഐശ്വര്യം, ധനം, ആരോഗ്യം, പുത്രഭാഗ്യം, വാഹനങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എന്നിവ ഉണ്ടാവും. അടുത്തതായി സ്വയംവര യന്ത്രം. സമസ്ത ഐശ്വര്യങ്ങളും കൈവരും ഈ യന്ത്രധാരണം കൊണ്ട്. യുവതിയുവാക്കൾക്ക് മംഗല്യഭാഗ്യം, ധനധാന്യ സമൃദ്ധി, ഭൂമിയിലെ സകലവിധ സൗകര്യങ്ങളും വശവത്താക്കാൻ കഴിയും. അടുത്തതായി ശ്രീ സൂക്തയന്ത്രം. ഋഗ്വേദാന്തർഗതമായ ശ്രീ സൂക്തത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന വിശിഷ്ടമായ ഒരു ദേവീയന്ത്രമാണിത്. ധനധാന്യ സമൃദ്ധി, ആരോഗ്യം, പുത്രഭാഗ്യം, ഐശ്വര്യം, അതുപോലെ തന്നെ ന്യായമായ മറ്റ് എല്ലാ അഭിഷ്ടങ്ങളും ദീർഘായുസ്സും ദേവി സാധിച്ചു കൊടുക്കും ഈ യന്ത്രധാരണം കൊണ്ട്. അടുത്തതായി വിദ്യാരാജഗോപാല യന്ത്രം. യന്ത്രരാജൻ എന്നറിയപ്പെടുന്ന ഈ യന്ത്രം ധരിക്കുന്നവർക്ക് ബുദ്ധിയും വിദ്യയിൽ ഉന്നതിയും ധനധാന്യ സമ്പത്തും സംസാരശേഷിയില്ലാത്തവന് സംസാരശേഷിയും മൂകനെപ്പോലും വാഗ്മിയാക്കാനുള്ള ശക്തിയും ഈ യന്ത്രധാരണം കൊണ്ട് കൈവരുന്നു. അടുത്തതായി സന്താനഗോപാല യന്ത്രം. സന്താനലബ്ധിക്ക് ഈ യന്ത്രം ധരിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഈ യന്ത്രം ധരിക്കുന്നതിന് മുന്നായി സർപ്പശാപം, പിതൃശാപം തുടങ്ങിയ ദോഷങ്ങളുണ്ടെങ്കിൽ അവ പരിഹരിച്ച ശേഷം ധരിക്കുകയാണെങ്കിൽ ഫലപ്രാപ്തി ശീഘ്രം അനുഭവപ്പെടും. അടുത്തതായി ത്രിപുരസുന്ദരി യന്ത്രം. ക്ഷണത്തിൽ ഫലപ്രാപ്തി നൽകുന്ന യന്ത്രമാണ്. വശ്യം, രോഗശാന്തി, സമ്പത്ത്, സന്താനം വേണമെന്നുള്ളവർക്ക് സന്താനം, രോഗം കൊണ്ട് വലയുന്നവർക്ക് സൗഖ്യം, ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം, ഇങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ശീഘ്രം സാധിച്ചു തരുന്ന ഒരു യന്ത്രമാണ്. ഒരു വിധത്തിലുള്ള ദുർദേവതകളും ഈ യന്ത്രം ധരിക്കുന്നവരെ ബാധിക്കില്ല. അടുത്തതായി മദനകാമേശ്വരി യന്ത്രം. മദനകാമേശ്വരി യന്ത്രം സ്ത്രീവശത്തിന് വളരെ ഫലപ്രദമായ ഒരു യന്ത്രമാണ്. ഇത് ധരിക്കുന്ന ആൾ സ്ത്രീജനങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായിരിക്കും. സകലമാന ജനങ്ങളും സ്വാധീനത്തിൽ വരികയും സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യും ഈ യന്ത്രധാരണത്താൽ. അടുത്തതായി ദുർഗായന്ത്രം. ക്ഷുദ്ര ആഭിചാര ദോഷങ്ങൾ ഈ യന്ത്രധാരണം കൊണ്ട് ബാധിക്കില്ല. ഭൂതപ്രേത ഉപദ്രവങ്ങൾ ഉണ്ടാവില്ല. സകല കാര്യങ്ങളിലും വിജയം, രോഗാതിശാന്തി, മനഃശാന്തി, ഗർഭിണികൾക്ക് ഗർഭരക്ഷയും സുഖപ്രസവവും കൈവരും. അതുപോലെ തന്നെ മോഷ്ടാക്കളിൽ നിന്ന് ശല്യമുണ്ടാകുകയില്ല ഈ യന്ത്രധാരണം കൊണ്ട്. അടുത്തതായി വിഷ്ണുമായ യന്ത്രം. ഇത് വിദ്യാമണ്ണം പൂജിച്ച് ദേഹത്ത് ധരിച്ചാൽ പുരുഷന് സ്ത്രീയും സ്ത്രീക്ക് പുരുഷനും വംശംവതരാകും. ഈ യന്ത്രം ധരിക്കുന്ന കന്യകയ്ക്ക് മനസ്സിനിഷ്ടപ്പെട്ട പുരുഷനെയും പുരുഷന് മനസ്സിനിഷ്ടപ്പെട്ട കന്യകയും ലഭിക്കും. തമ്മിൽ വേർപെട്ട് കഴിയുന്ന ഭാര്യാഭർത്താക്കന്മാർക്ക് പിണക്കം തീർന്ന് ഐക്യത്തോടെ ജീവിതം നയിക്കാൻ കഴിയും ഈ യന്ത്രധാരണം കൊണ്ട്. അടുത്തതായി വരാഹി യന്ത്രം.
സകല ശത്രുക്കളെയും ഉന്മൂലനം ചെയ്യും. സകല സംരക്ഷണവും നൽകി രക്ഷിക്കും. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും ഉന്നത പദവിയും നേടിക്കൊടുക്കും. അതീവ വശീകരണ ശക്തിയുള്ള ഒരു യന്ത്രം കൂടിയാണ് വാരാഹി യന്ത്രം. അടുത്തതായി അശ്വാരൂഢ യന്ത്രം. വളരെ പ്രസിദ്ധമായ ഒരു യന്ത്രമാണ് അശ്വാരൂഢ യന്ത്രം. സകല ജനങ്ങളെയും വശീകരിക്കാൻ കഴിയും. ത്രിലോകവാസികളെപ്പോലും വശീകരിക്കാൻ കഴിയും. ധാരാളം സമ്പത്തും ധനവും കൈവശം വന്നു ചേരും. അടുത്തതായി ബഗളാഹിമുഖി യന്ത്രം. ഈ യന്ത്രം ധരിക്കുന്നവർക്ക് ശത്രുക്കളുണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ അവർ പെട്ടെന്ന് ക്ഷയിച്ചു പോകും. ജാതകത്തിൽ ശത്രുദോഷത്തെയും ഋണബാധ്യതയെയും സൂചിപ്പിച്ചുകൊണ്ടുള്ള ചൊവ്വയുടെ സ്ഥിതി വന്നാൽ ഈ യന്ത്രം ധരിച്ചാൽ ശത്രുദോഷവും ഋണബാധ്യതയും ഒഴിഞ്ഞു പോകും. അടുത്തതായി ശകടയന്ത്രം. ശത്രുമാരണ യന്ത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ശകടയന്ത്രം. ഈ യന്ത്രം എഴുതി കറുത്ത പുഷ്പങ്ങളെ കൊണ്ട് പൂജിച്ച് ശത്രുഭവനത്തിലിട്ടാൽ ശത്രുക്കൾ അവിടം വിട്ടുപോകും. ഈ യന്ത്രം സ്വർണ്ണത്തകടിൽ എഴുതി വിധിയാമണ്ണം പൂജിച്ച് യന്ത്രലേഖനം അടിയിലാകുന്ന വിധത്തിൽ മഞ്ഞവർണ്ണത്തിലുള്ള പുഷ്പങ്ങളിലിട്ടാൽ ശത്രുക്കൾക്ക് മിണ്ടുവാൻ വയ്യാതായിത്തീരും. യന്ത്രത്തെ അഗ്നിയിലിട്ടാൽ ശത്രുക്കൾക്ക് പൊള്ളലേൽക്കും. അടുത്തതായി ശൂലിനി യന്ത്രം. ഭൂതബാധ, പ്രേതോപദ്രവം, സർപ്പഭയം, ഗ്രഹപ്പിഴകൾ, ശത്രുദോഷങ്ങളോ കഷ്ടപ്പാടുകളോ ഉണ്ടാവില്ല ഈ യന്ത്രം ധരിച്ചാൽ. ഇത് ധരിക്കുന്നവന് ധൈര്യവും അഭിവൃദ്ധിയും മനഃശാന്തിയും കൈവരും. ദുസ്വപ്നങ്ങൾ കാണില്ല. ശത്രുക്കളുടെ ദുഷ്പ്രയോഗങ്ങൾ ഒന്നും ഏൽക്കില്ല. രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് ഒരു സംരക്ഷണ കവചം കൂടിയാണ് ശൂലിനി യന്ത്രം. അടുത്തത് മഹിഷമർദ്ദിനി യന്ത്രം. സകലവിധ ശത്രുക്കളെയും ഭൂതപ്രേതാദി ബാധകളെയും ഉന്മൂലനം ചെയ്യും. മഹാവ്യാധികളെയും അപസ്മാരം മുതലായ രോഗങ്ങളെയും വേഗത്തിൽ ശമിപ്പിക്കും. അടുത്തതായി ബാലയന്ത്രം. സർവ്വകാര്യങ്ങളിലും വിജയം, മത്സര പരീക്ഷകളിൽ വിജയം, അതുപോലെ തന്നെ കുട്ടികളുടെ കയ്യിലോ കഴുത്തിലോ ധരിപ്പിച്ചാൽ യക്ഷി ഭൂത ദുർദേവതാ പീഡകൾ ഒഴിഞ്ഞുപോകും. അടുത്തതായി വനദുർഗായന്ത്രം. ഈ യന്ത്രം വിധിയാമണ്ണം എഴുതി പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ദേഹത്തു ധരിച്ചാൽ ശത്രുപീഡകൾ ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ തൽക്ഷണം നശിച്ചു പോകും. സമ്പത്ത്, കീർത്തി, അഭിഷ്ടശുദ്ധി, എല്ലാ കാര്യങ്ങളിലും വിജയം എന്നിവ കൈവരും. അടുത്തതായി താരായന്ത്രം. കലികാലത്തിൽ താരാദേവിയെപ്പോലെ അഭിഷ്ടവരദായിനിയായ മറ്റൊരു ദേവതയില്ലെന്ന് പറയാം. വ്യാഴദശാകാലത്ത് ധരിക്കാൻ ഉത്തമമാണ് താരായന്ത്രം. കലിയുഗത്തിൽ ഏറ്റവും ഫലപ്രദമായ ഒരു യന്ത്രം കൂടിയാണത്. കുട്ടികൾ കഴുത്തിലണിഞ്ഞാൽ ഭൂതപ്രേത ബാധാദോഷങ്ങൾ ഒന്നും ഉണ്ടാകില്ല. സ്ത്രീകൾ ഇടംകൈയിൽ ഈ യന്ത്രം ധരിച്ചാൽ അവൾക്ക് സൗന്ദര്യം വർദ്ധിക്കുകയും സൽസന്താനങ്ങൾ ഉണ്ടാകുകയും വൈധവ്യദോഷം ബാധിക്കുകയുമില്ല. പുരുഷൻ ഈ യന്ത്രം വലതുകൈയിൽ ധരിച്ചാൽ സമ്പത്ത് വർദ്ധിക്കും, ആയുരാരോഗ്യം ഉണ്ടാവും, നല്ല ബുദ്ധിയും സന്താനങ്ങളും കൈവരുന്നതോടൊപ്പം അവരുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന സാത്വികമായ എല്ലാ കാര്യങ്ങളും താരാദേവി സാധിച്ചു കൊടുക്കും. അടുത്തതായി പുരുഷ സൂക്ത യന്ത്രം. ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ യന്ത്രം. യന്ത്രം ദേഹത്തു ധരിച്ചാൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ കൈവരും. സർവ്വദോഷങ്ങളെയും പരിഹരിക്കാൻ ശേഷിയുള്ളതാണ് ഈ യന്ത്രം. സന്താനഭാഗ്യം, ഐശ്വര്യാഭിവൃദ്ധി, കീർത്തി, സൗന്ദര്യം, സമ്പത്ത്, ദീർഘായുസ് എന്നിവയെല്ലാം ഈ യന്ത്രധാരണം കൊണ്ട് സാധിക്കും. അടുത്തതായി നരസിംഹയന്ത്രം. അത്യുഗ്രശേഷി പ്രദാനം ചെയ്യുന്ന ഈ യന്ത്രം നരസിംഹ മന്ത്രാത്മകമായ യന്ത്രമാണ്. ഇത് ദേഹത്തു ചരിച്ചാൽ ശത്രുദോഷശമനം, ദുർഗ്രഹബാധാശാന്തി, ക്ഷുദ്രാഭിചാര ബാധാദോഷം, രോഗശാന്തി, ധൈര്യവും അതുപോലെ തന്നെ ആത്മശക്തിയും പ്രദാനം ചെയ്യും. ഏർപ്പെടുന്ന ഓരോ തൊഴിലിലും എതിരാളികൾ ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ അവർ നിർവീര്യരാകും. ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിച്ചു വരും. അടുത്തതായി മദനഗോപാലയന്ത്രം. ഈ മദനഗോപാല മന്ത്രാത്മകമായ യന്ത്രം വിധിയാമണ്ണം പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ദേഹത്ത് ധരിച്ചാൽ പുരുഷനാണ് ധരിക്കുന്നതെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട കന്യകയെയും, കന്യകയാണ് ധരിക്കുന്നതെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെയും ലഭിക്കുന്നതാണ്. വശ്യാത്മകമായ യന്ത്രമായതിനാൽ സകല ജനങ്ങളും ഇവരോട് സൗഹൃദമായി പെരുമാറും. അടുത്തതായി മൃത്യുഞ്ജയ യന്ത്രം. അതിവിശിഷ്ടമായ ഒരു ശൈവയന്ത്രമാണിത്. ദുർമൃതിയിൽ നിന്നും മോചനം, ശിരോരോഗ ശമനം, ജ്വരം, വിഷബാധകൾ എന്നിവയിൽ നിന്നും രക്ഷ, ദുർഭൂതബാധകളിൽ നിന്നും രക്ഷ, അഭിചാരങ്ങളിൽ നിന്നും മോചനം, അതുപോലെ തന്നെ സൗന്ദര്യം, ഐശ്വര്യം, ഓജസ്
എന്നിവ കൈവരുന്നതോടൊപ്പം സകലവിധ അഭിലാഷങ്ങളും തടസ്സം കൂടാതെ കൈവരും. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം എപ്പോഴും ഉണ്ടാകും. അടുത്തതായി മൃതസഞ്ജീവനി യന്ത്രം. ഈ യന്ത്രം വിധിയാം പ്രകാരം നിർമ്മിച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ശ്രീ പരമേശ്വരൻ്റെ നാമങ്ങൾ ഉരുവിട്ട് വിശ്വാസത്തോടുകൂടി മംഗളകരമായൊരു മുഹൂർത്തത്തിൽ കഴുത്തിലണിഞ്ഞാൽ അകാലമൃത്യു, ആപത്തുകൾ, ആയുർദോഷങ്ങൾ എന്നിവയിൽ നിന്ന് മോചനം ലഭിക്കും. ആരോഗ്യം കൈവരും. സുഖസമൃദ്ധിയോടെ ദീർഘായുസ്സോടെ വളരെ കാലം ജീവിക്കാൻ കഴിയും. അടുത്തതായി അഘോരയന്ത്രം. ഗ്രഹപ്പിഴ കൊണ്ടുള്ള സകല ബുദ്ധിമുട്ടുകളും രോഗപീഠകളും ശത്രുപീഠകളും ആഭിചാരദോഷങ്ങളും നിലവിലുള്ള എല്ലാ ദോഷങ്ങളും മാറി മനോധൈര്യവും പൂർണ്ണ ആരോഗ്യവും കൈവരും. അടുത്തതായി വീരഭദ്രയന്ത്രം. കീർത്തിയും സൗന്ദര്യവും ധനസമ്പത്തുകളും കായിക ശേഷിയും കൈവരും. ബാധാദോഷങ്ങളും ശത്രുദോഷങ്ങളും രോഗവും കാര്യതടസ്സങ്ങളും ഉണ്ടാവില്ല. ഭാര്യയും ഭർത്താവും ഈ യന്ത്രം ധരിക്കുകയാണെങ്കിൽ കുടുംബത്തിൽ ഐകമത്യവും ശ്രേയസ്സും സമ്പത്തും സന്താന സൗഭാഗ്യവും കൈവരും. അടുത്തതായി ഋണമോചനയന്ത്രം. ഈ യന്ത്രം വിദ്യാമണ്ണം ധരിച്ചാൽ സകലവിധ ഋണബാധകളിൽ നിന്നും മോചനം ലഭിക്കും. അതോടൊപ്പം തന്നെ ആപത്തുകളിൽ നിന്നും മോചനവും സമൃദ്ധിയും കൈവരും. അടുത്തതായി മഹാഗണപതി യന്ത്രം. ഈ യന്ത്രം വിദ്യാമണ്ണം നിർമ്മിച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ധരിച്ചാൽ എല്ലാ ജനങ്ങളും ധരിക്കുന്നവന് സ്നേഹാദരത്തോടെ ആദരിക്കുകയും ധനം, വിശിഷ്ട വസ്ത്രാഭരണങ്ങൾ, രത്നങ്ങൾ, വലിയ നിധികൾ എന്നിവയെല്ലാം സ്വാധീനത്തിൽ വന്നുചേരും. ശോഭനമായ അന്ത്യകാലത്ത് മഹാഗണപതി പ്രസാദത്താൽ മോക്ഷം ലഭിക്കും. ഈ യന്ത്രം കേതുർദശകാലമുള്ളവർ ധരിക്കുന്നത് വളരെ ഉത്തമമാണ്. അടുത്തതായി പാരിജാത മാന്ത്രിക യന്ത്രം. ഈ ഇല ശരീരത്തിൽ യഥാവിധി പൂജാകർമ്മങ്ങൾ ചെയ്ത് ധരിച്ചാൽ ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാവില്ല. സന്താന സൗഭാഗ്യം, സമ്പൽ സമൃദ്ധി, വാഹനം, പുതിയ വീട് എന്നിവ കൈവരും. ബന്ധുമിത്രാദികളുമായി സ്നേഹസഹകരണങ്ങൾ ഉണ്ടാവും. അടുത്തതായി മായാമോഹിനി യന്ത്രം. ഇത് വളരെ അധികം വശീകരണ ശക്തിയുള്ള യന്ത്രമാണ്. ഇത് ധരിക്കുന്ന ആളിൻ്റെ വാക്ക് ആരും ധിക്കരിക്കുകയില്ല. കണ്ണുകൾക്ക് അസാമാന്യ വശീകരണ ശക്തി കൈവരും. വിഷസർപ്പങ്ങളിൽ നിന്നും ഹിംസ്രജന്തുക്കളിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാവില്ല. ആജ്ഞാശക്തി കൈവരും. അടുത്തതായി ശ്രീവശ്യയന്ത്രം. ഈ യന്ത്രം വെറ്റിലയിൽ എഴുതി 108 രൂപ മന്ത്രം ജപിച്ച് അതുകൊണ്ട് താമ്പൂല ചർവണം ചെയ്യുന്നവന് എത്ര വിരക്തയായ സ്ത്രീയും വളരെ വേഗത്തിൽ സ്വാധീനിക്കാനാവും. ഇങ്ങനെ താമ്പൂലം തർപ്പണം ചെയ്യുന്നത് സ്ത്രീയാണെങ്കിൽ വിരക്തി വന്ന പുരുഷൻ പോലും സ്വാധീനിക്കാൻ സ്ത്രീക്ക് കഴിയും. അടുത്തതായി തൃഷ്ടുപ്പ് യന്ത്രം. എല്ലാ സദ്ഗുണങ്ങളെയും അഭീഷ്ടങ്ങളെയും പ്രദാനം ചെയ്യും. ആയുസ്, ആരോഗ്യം, സൗന്ദര്യം, ധനം, ഉത്തമ സന്താനങ്ങൾ എന്നീ ഗുണങ്ങൾ ഈ യന്ത്രധാരണം കൊണ്ട് കൈവരും. അടുത്തതായി പഞ്ചമനോഭവയന്ത്രം. സർവകാമപ്രദമായ ഈ പഞ്ചമനോഭവയന്ത്രം സ്വർണ്ണത്തകിട് എഴുതി നല്ല മുഹൂർത്തത്തിൽ പുരുഷന്മാർ ധരിക്കുകയാണെങ്കിൽ 3 ലോകത്തിലുള്ള ജീവജാലങ്ങളെയും സ്വാധീനിക്കാൻ കഴിയും. അടുത്തതായി സുബ്രഹ്മണ്യയന്ത്രം. ശ്രീ സനൽകുമാരസ്വാമിയാൽ വിധിക്കപ്പെട്ട ഈ യന്ത്രം ദേവന്മാരാലും സ്തുതിക്കപ്പെട്ടുള്ളതാവുന്നു. ഇത് ധരിക്കുന്നവന് ശത്രുക്കളുണ്ടാവില്ല. ധനസമൃദ്ധി, ത്രികാലജ്ഞാനം, വംശാഭിവൃദ്ധി തുടങ്ങിയ എല്ലാവിധ സൗഖ്യങ്ങളും കൈവരും. അന്ത്യകാലത്ത് സുബ്രഹ്മണ്യ സായുജ്യം കൈവരും. അടുത്തതായി പാശുപതയന്ത്രം. അതിദിവ്യമായ ഈ പാശുപതയന്ത്രം ധരിച്ചാൽ എല്ലാവിധ പാപങ്ങളെയും മാറി ശത്രുക്കളെയും നശിപ്പിക്കുന്നു. ധനധാന്യസമൃദ്ധി, സ്വർണ്ണാദി മൂല്യരത്നങ്ങൾ കൈവശം വന്നു ചേരും. നല്ല പൗത്രാദി ബന്ധുക്കൾ ഉണ്ടാവും. ശിവപ്രസാദം ലഭിക്കും. വളരെയേറെ യന്ത്രങ്ങളുണ്ടെങ്കിലും അതിൽ 35 എണ്ണത്തിനെക്കുറിച്ച് മാത്രമാണ് ഇന്ന് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവേ നമഃ.